ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വരദൂരുകാരുടെ ഓഫർ എന്നറിയപ്പെടുന്ന ഷറഫുദ്ദീൻ മാടാമ്പാറ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. മൂപ്പര് നമ്മളെ ലോക്ക്ഡൗൺ തുടങ്ങിയ അന്ന് മുതൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ദിവസം മുടങ്ങാതെ ഇതുവരെ. അതുപോലെ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അത് മൂപ്പര് എത്തിച്ചു കൊടുക്കും. അതേപോലെ പല പല കാര്യങ്ങളും ഏത് രാത്രിയിലും ആർക്ക് വേണമെങ്കിലും എന്ത് ഉപകാരത്തിന് വേണം വിളിച്ചാലും ഷറഫുദ്ദീൻ റെഡിയാണ്, ഓഫർ റെഡിയാണ്. അപ്പോൾ നമുക്ക് മൂപ്പരോട് തന്നെ ചോദിച്ചറിയാം, ഇതിനുണ്ടായ പ്രചോദനം കാര്യങ്ങളെല്ലാം മൂപ്പരോട് തന്നെ ചോദിച്ചറിയാം. ഇതിന് പ്രചോദനം നൽകിയ AP ഉസ്താദ്, അതേപോലെ നമ്മളെ മുഖ്യമന്ത്രി പല വാർത്തകളും പലതിലും നായ്ക്കളെ കാര്യങ്ങളും ഭക്ഷണങ്ങൾ തരുന്നതൊക്കെ എവിടെ ഒരു സാധനം കിട്ടാമല്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ. ലോക്ക്ഡൗൺ തുടങ്ങിയ അന്ന് മുതൽ അല്ലേ? ഓക്കെ, ലോക്ക്ഡൗൺ തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും എത്തിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാലൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ ഏത് രാത്രി വിളിച്ചാലും എന്ത് ഉപകാരത്തിന് എത്തുന്നതാണ്, നമ്മൾ റെഡിയാണ്. അതാണ് ഓഫർ എന്ന് പേര് വെക്കാൻ കാരണം. അതാണ് എന്ത് പ്രതിഫലം പ്രതീക്ഷിക്കാതെ, അതുകൊണ്ടാണ് ഓഫർ എന്ന പേര് എഴുതുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള പരിപാടി ഉണ്ടോ? ഇനിയിപ്പോൾ ഇതാ തുറന്നാലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ലോഡിങ് അല്ലേ പരിപാടി? ഇപ്പം എന്താ സ്ഥിതി? പരിപാടികളൊക്കെ ഉണ്ടോ? കുറവാണ്, എന്നാലും ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും കുറവ് വരുത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ. ഇനിയൊരാഗ്രഹം എൻ്റെ നാട്ടിൽ ചെടികൾ മരങ്ങളൊക്കെ തണൽ മരമൊക്കെ ഒന്ന് വെച്ച് ഒന്നുകൂടി ഉഷാറാക്കി വെച്ച് പിടിപ്പിക്കണം എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പുതുതലമുറയോട് പറയാനുള്ളത് എന്താണ്? ഏതൊരു നാട്ടിലാണ് ആരാണെങ്കിലും ഇങ്ങനത്തെ എന്ത് ഒരാൾ ഇറങ്ങിയാൽ മതി, പിന്നെ കൂടുതൽ നമ്മളെ കമ്പനീസോ അവർക്ക് എല്ലാവരും പ്രചോദനം തരും. അതിന് ഏറ്റവും വലിയ അംഗീകാരമാണ് ഒരു നാട്ടിലെത്തുമ്പോൾ. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനാണ്, സജിത്ത് മാനിക്കോത്ത്, DYFI കൽപ്പറ്റ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും കൂടിയാണ്. ഇദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മുടെ ഷറഫുദ്ദീൻ ഓഫറിനെ കുറിച്ച്, എന്താണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും. സൈത്ത്, എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഷറഫുക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ബസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ തെരുവ് നായികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ തലമുറ മാതൃകയാക്കേണ്ടതാണ്. ഓക്കെ. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഭക്ഷണം കിട്ടാതെ കടകളൊക്കെ അടഞ്ഞിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് കൃത്യസമയത്ത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ മുഴുവൻ നായികൾക്കും അതുപോലെ തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലരും മടിച്ചു നിൽക്കുന്ന ആ സമയത്താണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ സാധാരണ ഒരു കൂലി തൊഴിലാളിയാണ്, CITUവിൻ്റെ ഹെഡ് ലോഡിംഗ് വർക്കേഴ്സിൻ്റെ ഉള്ള ആളാണ്. ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു വീതം കണ്ടെത്തി ഇത്തരം മിണ്ടാപ്രാണികൾക്കും സമൂഹത്തിൽ താഴെക്കടയിലുള്ള ആളുകളുടെ ഇടയിലൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു മടിയും കൂടാതെ യാതൊരു ലാഭേച്ഛയും കൂടാതെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള വരുന്ന തലമുറകളും നമ്മളടക്കമുള്ള ആളുകളും പൊതുപ്രവർത്തകരൊക്കെ തന്നെ മാതൃകയാക്കേണ്ടതാണ്. സമൂഹത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണ്. എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ചോദിക്കും. ഓക്കെ, താങ്ക് യു. ഇദ്ദേഹം സക്കീർ വരദൂർ, CK എന്നാണ് അറിയപ്പെടുന്നത്. കൽപ്പറ്റ യൂത്ത് ലീഗ് മണ്ഡലം കൗൺസിലറാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം നമ്മുടെ ഷറഫുദ്ദീനെ കുറിച്ച്. എന്താണ് ഷറഫുദ്ദീനെ കുറിച്ച് ഇദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാം. അതായത് തെരുവിലൂടെ അലയുന്ന നായ്കൾക്ക് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഹോട്ടൽ പോലും തുറക്കാതിരുന്ന സമയത്ത് പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ, ഞാൻ പല പ്രാവശ്യം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ഒരു 1-2 കിലോമീറ്ററിനുള്ളിലുള്ള നായ്കൾക്ക് മുഴുവൻ 2-3 നേരം ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ഈ ക്വാറന്റൈൻ സമയത്ത് അതും മൃഗങ്ങളോട് കൂടുതൽ അടുപ്പം കാണിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിൽ ആട്, പശു അങ്ങനത്തെ ഉള്ള ഇതിനൊക്കെ തീറ്റപ്പുല്ല് എത്തിക്കുകയും അവൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് അധികം മൃഗസ്നേഹം കാണിച്ചുകൊണ്ട് ഈ സമയത്ത് പോലും ഒരു ലോഡിംഗ് തൊഴിലാളിയായ ഷറഫ് കാണിക്കുന്ന അതേ മാതൃകയിൽ ബാക്കിയുള്ളവരും
കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരണം ഉണ്ടായാൽ തന്നെ അവിടെ ഓടിയിട്ട് ആ മരണ വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പിന്നെ റോഡ് സൈഡിൻ്റെ അരികു വൃത്തിയാക്കാനും കാടും അത് ബസ് സ്റ്റോപ്പും എന്ന് വേണ്ട എല്ലാവിധ സഹായത്തിനും ഷർഫ് എന്ന് വിളിച്ചാൽ നമ്മൾ ഷർഫ് എന്ന് വിളിക്കലില്ല, ഓഫർ എന്ന് വിളിക്കാനും ഓഫർ ആ സമയത്ത് അവൻ്റെ ജോലി മാറ്റി വെച്ചുകൊണ്ട് തന്നെ അവിടെ എത്തും. ആ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഓഫർ മുന്നിലുണ്ടാവും. ഉണ്ടാവും അല്ലേ? എല്ലാ കാര്യത്തിനും നമുക്ക് ഏത് രാത്രി വേണേലും ഓഫറിന് വിളിക്കാം. ഏത് സമയത്ത് ഓഫറിന് വിളിച്ചാലും മൊബൈലിൻ്റെ ഒരു പരിമിതി ഉണ്ട്. എന്നിരുന്നാലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അവനാൽ കഴിയുന്ന സഹായം എല്ലാ ജനങ്ങൾക്കും എത്തിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇദ്ദേഹം നമ്മുടെ വരദൂരിലെ ഒരു സീനിയർ ചുമട്ടുതൊഴിലാളിയാണ്. ഷർഫുദ്ദീൻ്റെ കൂടെ ആണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മണിയൻ, പേട്ട എന്നാണ് അറിയപ്പെടുന്നത്, വരദൂരിലെ പേട്ട. അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഷർഫുദ്ദീനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. എന്താണ് ഷർഫുവിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുന്നിട്ടിട്ട് ചാടിച്ച് കൊണ്ടുവന്ന ഒരാളാണ്. ഞങ്ങളിവിടെ പണിയെടുക്കുന്നത്. എന്തൊരു ആവശ്യം പറഞ്ഞാലും അപ്പോൾ മൃഗങ്ങൾക്ക് പട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യാന്ന് പറഞ്ഞാലും വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യുന്നത്. സ്വന്തം ചെയ്യാണ്. വേറെ ഇപ്പോൾ ഒരാളും കൊടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അരി നമ്മൾ മേടിച്ച് തരാമെന്ന് പറയുമ്പോൾ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാം. നമ്മൾ വളരെ ചുമട്ടുതൊഴിലാളിയാണ്. എന്താ പറയുക, എല്ലാ കാര്യത്തിനും നമ്മളൊരു കാര്യത്തിന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എത്തുമ്പോൾ ഞാൻ വെള്ളം കയറി കിടന്നു, രാത്രിക്ക് വിളിച്ചു, 9-9:30 ആകുമ്പോഴത്തേക്ക് വിളിച്ചു, വേഗം ആൾക്കാരെ 4-5 ആൾക്കാരെ കൂട്ടി അവിടെ എത്തി. എല്ലാ സഹായത്തിനും അവിടെ എത്തി, വീട്ടിലെത്തി. ഇപ്പം നമ്മളെ ആൾക്കാരിപ്പോൾ പല ആൾക്കാരും പല രൂപത്തിലാണ് വർത്തമാനം പറയുന്നത്. വർത്തമാനം പറയുന്നത് അവൻ പട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, അത് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി, ഇതാരും കൊണ്ട് കൊടുക്കുന്നതല്ല. അവൻ സ്വന്തമായിട്ട് ഈ ചാക്കെടുത്ത് ഈ 4 ഉറുപ്പ്യ 50 പൈസക്ക് ചാക്കേറ്റിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ ഇത്ര ആൾക്കാർ സഹായിക്കാമെന്ന് ഞാൻ വേണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം അവനെ കൊണ്ടാവും, ആദ്യത്തെ സമയത്ത് നിങ്ങളോട് ചോദിക്കും, അപ്പം നിങ്ങൾ തന്നാൽ മതി എന്നാണ് പറയലേ. ഞങ്ങൾ ആൾക്കാർ പലതും പറയുന്നുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്, ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഇതൊന്നും എവിടെ നിന്ന് വരുന്നില്ല, അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇത്രയും നമുക്ക് നമ്മളെ സുഹൃത്തിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും നമുക്ക് നമ്മുടെ ഓഫറിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇത് എല്ലാ നാട്ടിലും ഇതേപോലെ ഓരോ വ്യക്തികളുണ്ടാവും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ്, അതിനെ പുച്ഛിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓഫറിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ചെക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.